ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവര് പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വരും. നാഗദൈവങ്ങളുടെ മുന്നിലേക്കാ പോകുന്നേ. അത് വെച്ചുള്ള പ്രതീക്ഷ ഒന്നും വേണ്ട മായി. അവിടെ ഒന്നും സംഭവിക്കില്ല, അല്ലേ ബാബാ? ശരിയാണ്. അപ്പൊ ഒന്നും സംഭവിക്കില്ല. സംഭവിക്കാതിരിക്കട്ടെ. കൃഷ്ണ ഒരു പാവപ്പെട്ട കുട്ടിയാ. അത് പണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ആ കുട്ടിക്ക് വലിയൊരു മനസ്സുണ്ട്. കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ബോധമുണ്ട്. എന്നെ സംബന്ധിച്ച് എന്നെ ഒന്ന് ശാസിക്കാനുള്ള അധികാരം വരെ ഞാൻ ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാം കുടുംബ ബന്ധങ്ങൾ മാത്രം നോക്കിയല്ലോ നമ്മൾ കണക്കൂട്ടുന്നേ. ചിലര് അതൊന്നുമില്ലാതെ സ്വന്തം പ്രവൃത്തി കൊണ്ട് നമ്മുടെ മനസ്സിൽ കയറി കൂടില്ലേ? കൃഷ്ണമോൾ അങ്ങനെ കയറിയതാ എന്റെ മനസ്സില്. ആ കുട്ടി ഒരു തണലായിട്ട് എന്നെ കാണുന്നുണ്ടാവാം. കണ്ടോട്ടെ, നല്ല കാര്യമല്ലേ അത്? ഞാൻ പറയാനുള്ളത് പറഞ്ഞോന്നേ ഉള്ളൂ. അവസാനം ഇതൊരു പ്രശ്നമായി മാറരുത്. എന്ത് പ്രശ്നം ഉണ്ടാവാനേ ചേച്ചി? മൂർത്തി, താൻ പോകുന്നില്ലേ? എനിക്കിത് നേരത്തെ കിടക്കണം. മരുന്ന് കഴിച്ച് നേരത്തെ കിടന്നോളന്ന് കൃഷ്ണമോളുടെ ഓർഡറാ. അല്ലെങ്കിലും ചെറുതായിട്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചേച്ചി. ഇത് വിലക്കണം, അല്ലാതെ ശരിയാവില്ല. ഇത് പണ്ടേയുള്ള ശീലോ, വഴിയിൽ കാണുന്നവർക്കൊക്കെ ഓരോന്ന് എഴുതി കൊടുക്കുന്നത്. ഈ പെൺകൊച്ചിന്റെ വരവ് കണ്ടിട്ട് അങ്ങനെ എന്തിനൊക്കെയോ ആണെന്ന് തോന്നുന്നു. അവസാനിപ്പിച്ചേ പറ്റൂ. ശരി മൂർത്തി, താൻ പൊയ്ക്കോ. ഇത് കറക്റ്റ് ആണോ? ഉദയനമാവോ? ഞാനേ ഇത് ഒറ്റയ്ക്ക് ചെയ്യാന്നാ കരുതിയത്. നിങ്ങളെ കൂട്ടിയാലേ ഇവിടെയുള്ള ആർക്കും ഇഷ്ടാവൂലെന്നേ. എടോ മണിക്കുഞ്ഞെ, പഴയ കാര്യങ്ങളൊക്കെ വിടണോ? കുടുംബത്തിലൂടെ നല്ല കാര്യം നടക്കുമ്പോഴേ എല്ലാരും കൂടി അതിന്റെ മുമ്പിൽ തന്നെ നിൽക്കണം. അതല്ലേ അതിന്റെ ഒരു ശരി. സംഗതിയൊക്കെ നേരെ തന്നെ, പക്ഷെ അതിനിടയ്ക്ക് പണി മാത്രം ചെയ്യാതിരുന്നാ മതി. പിന്നെ എന്റെ അമ്മാവൻ ഒറ്റയ്ക്കാവുമ്പോ എനിക്ക് പേടിയൊന്നും ഇല്ലെന്നേ. പിന്നെ ചിലര് കൂടുമ്പോഴാണല്ലോ ചീത്തയാവുന്നത്. വരുന്നുണ്ടല്ലോ. അതാരെയാ മാണിക്കുഞ്ഞെ? മാണിക്കുഞ്ഞ് ഉദ്ദേശിച്ചത്? അയ്യോ, അത് മനസ്സിലായില്ലേ? അമ്മയെ തന്നെയാ. പിന്നെ ഈ മനുഷ്യൻ പാവാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? പിന്നെ ഈ ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാൻ മാണിക്കുഞ്ഞിന് നല്ല വിവരമാണെന്ന് പോലെ. മതി മതി, ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ നോക്കൂ ചേട്ടാ. അമ്മ അവരെയും കൂട്ടി അമ്പലത്തിൽ പോയി പെട്ടെന്ന് വരും. അത് കഴിഞ്ഞാ പിന്നെ ചടങ്ങ് തുടങ്ങാനുള്ളതല്ലേ. മോളെ കീർത്തി, നീ അടുക്കള കയറി സുമിത്രയുടെ കൂടെ ഒന്ന് കൂട്. സുമിത്രയ്ക്ക് നല്ല ജോലി ഉണ്ടാവും. ശരി. അതെന്താ അമ്മായിക്ക് കൂടാൻ പറ്റുന്നില്ലേ? അടുക്കളയോട് വല്ല അലർജി ഉണ്ടോ? നീ ഇങ്ങനെ നിസ്സാര കാര്യത്തിനൊക്കെ മറുപടി പറയാൻ നിക്കല്ലേ മാണിക്കുഞ്ഞ്. ദേ ഉദയേട്ടാ, അങ്ങോട്ട് ചെയ്വേഗം. അങ്ങോട്ട് നോയിക്കൊണ്ട് നിക്കുവാ. എല്ലാവരും മാളം വിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. എടോ മാണിക്കുഞ്ഞെ, എടോ തന്നെ എന്തെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പറഞ്ഞാ പോരെ? ഞാൻ പുറത്തുനിന്ന് ആളെ വിളിക്കത്തില്ലേ? മോനെ നവീനെ, ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് മോൻ ഇത് പറഞ്ഞതെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് ദുഷ്ട മനസ്സോടെയാണെന്നുള്ള മോന്റെ ചിന്ത അങ്ങ് മാറ്റിവെച്ചേക്ക്. ഞങ്ങൾ ഇപ്പൊ ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് നല്ല മനസ്സോടുകൂടി തന്നെ. സാറേ, അമ്മാവൻ തുറന്നു പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമുക്ക് സംശയമായി പോയനെ അല്ലേ? എന്റെ മോനെ, കുടുംബത്തൊരു നല്ല കാര്യം നടക്കുമ്പോ തമ്മിൽ തല്ലി മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യവുമില്ല. എത്ര കാലമായി നമ്മുടെ വീട്ടില് സന്തോഷമുള്ള ഒരു കാര്യം നടന്നിട്ട്. ഇത് നടക്കട്ടെ, സന്തോഷായിട്ട് നടക്കട്ടെ. മമ്മി,
ഹാപ്പി ബർത്ത്ഡേ. സിത്താര നേരത്തെ ഇങ്ങ് വന്നല്ലോ. വൈകൂന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ നിർമ്മലെ. കറക്റ്റ് മറുപടി. ഇതുപോലെയുള്ള ആളുകൾ വേണം അമ്മായിയോട് കൂട്ടുമുട്ടേണ്ടത്. അപ്പൊ ഒരു രസം ഉണ്ടാവും അല്ലേ? ഓ സാറേ, ഈ വലിയ വലിയ രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് പോലെ എങ്ങനെയുണ്ടാവും? മുത്തശ്ശി എവിടെ നവീൻ? ഞാനിവിടെ ഉണ്ട്. ഞാൻ റെഡിയായിട്ടിരിക്കായിരുന്നു. സിത്താര വന്നോട്ടെ എന്ന് കരുതി മുറി തന്നെ ഇരിക്കായിരുന്നു. എങ്കിൽ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? ആ എങ്കി പിന്നെ പോയിട്ട് വരാം. വാ മക്കളെ. നമ്മള് അപ്പോ കാര്യങ്ങളൊക്കെ ഷടപടയെന്നൊക്കെ നടക്കട്ടെ. അവര് പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വരും. ഓ നാഗദൈവങ്ങളുടെ മുന്നിലേക്കാ പോകുന്നേ. അത് വെച്ചുള്ള പ്രതീക്ഷ ഒന്നും വേണ്ട മായി. അവിടെ ഒന്നും സംഭവിക്കില്ല അല്ലേ ബാബാ? ശരിയാണ്. അപ്പൊ ഒന്നും സംഭവിക്കില്ല. സംഭവിക്കാതിരിക്കട്ടെ. മോളിക്കുട്ടി, നീ ഇതൊരു വലിയ ചടങ്ങാക്കി മാറ്റുകയാണല്ലേ? ആ, നീ ഇക്കാര്യത്തിൽ ഇടപെടണ്ട. ഇത് പൂർണ്ണമായിട്ട് എനിക്ക് വിട്ടു തന്നാ മതി, അമ്മയും മോളും. കൊള്ളാം കൊള്ളാം. ഹ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുടെ ബർത്ത്ഡേ അല്ലേ, കുറച്ചൊന്ന് കൊഴിപ്പിക്കാം. ഇനി അടുത്ത വർഷവും അതിന്റെ അടുത്ത വർഷമൊക്കെ നമുക്കിതിങ്ങനെ വളർത്തി വളർത്തി ഒരു ഗംഭീര സംഭവമാക്കാം. ഈ നാട്ടിലെ ഏറ്റവും വലിയ ഉത്സവല്ലേ നടക്കാൻ പോകുന്നേ? ഒന്ന് പോടി പെണ്ണേ അവിടുന്ന്. ആ പിന്നെ ആ ബേക്കറിയിൽ വിളിച്ചിട്ട് കേക്ക് സമയത്ത് തന്നെ തരാൻ പറയണം. നമ്മുടെ സുരേന്ദ്രന്റെ ബേക്കറിയാണേ ഇത്തവണത്തെ പിറന്നാളിന് അടുത്ത തവണ കേക്ക് കൊടുത്തയച്ച ചരിത്രം ഉണ്ടേ. നമുക്കും കിട്ടുമോ പണി? ആ എന്നാലേ സുരേന്ദ്രന്റെ കട ഞാൻ പൂട്ടിക്കും. അയാൾക്കെന്നെ നല്ല പേടിയാ. എന്താ എന്താ ഇവിടെ ഒരു ശബ്ദം കേട്ടെ? അതൊരു ബലൂൺ പൊട്ടിയതാ. ഇവിടെയൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നുണ്ടോ? മോശമായിട്ടൊന്നുമില്ലല്ലോ അല്ലേ അമ്മേ? ഒരു മിനിമം ഭംഗിയെങ്കിലും. അതൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇതിനേക്കാളൊക്കെ പ്രാധാന്യം കൽപ്പിക്കുന്നത് ദൈവത്തിന് മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത്. അതാരാ വേണ്ടെന്ന് പറഞ്ഞ്? നിങ്ങൾ അമ്പലത്തിൽ പോകുന്നുണ്ട്, ഞാൻ പള്ളിയിൽ പോയി മെഴുകുതിരിയും കത്തിക്കുന്നുണ്ട്. ദൈവങ്ങളെല്ലാരും കൂടി ഇവളെ അങ്ങ് ഏറ്റെടുത്ത് കൊണ്ടുപോയി നന്നാക്കിക്കോട്ടെ, അതിനെന്താ? അതെ, അമ്പലത്തിൽ പോണ്ടേ? ആ പോവാം. അപ്പോഴേ ഞാൻ നിങ്ങൾ അമ്പലത്തിൽ വിടാം. എന്നിട്ട് പോയി മെഴുകുതിരിയും കത്തിച്ച് തിരിച്ച് കേക്ക് എടുത്തോണ്ട് വന്ന് നിങ്ങളെ കൂട്ടാം.